കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ 4 പ്രതികളും ISISുമായി ബന്ധമുള്ളവരെന്ന് NIA. സമൂഹ മാധ്യമങ്ങൾ വഴി ആളുകളെ ഭീകര സംഘടനയിലേക്ക് സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമങ്ങൾ നടത്തിയിരുന്നു. മതപഠന കേന്ദ്രങ്ങളെ ISIS റിക്രൂട്ടിംഗായും ഉപയോഗപ്പെടുത്തി. ഇവരുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, 4 പേരും ISIS ഭീകരരാണ് എന്ന് തന്നെയാണ് NIA കണ്ടെത്തിയിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ. സുരേഷ്, കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റിലായ 4 പ്രതികളും ISISുമായി ബന്ധമുള്ളവരെന്ന് NIA കണ്ടെത്തിയിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ ഇവരുടെ ISIS ബന്ധമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളെ ഭീകര സംഘടനയിലേക്ക് സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമങ്ങൾ നടത്തിയിരുന്നു. കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു, കൃത്യമായ ഗൂഢാലോചന പ്രതികൾ നടത്തിയിരുന്നുവെന്നാണ് NIA അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മതപഠന കേന്ദ്രങ്ങളെ ISIS റിക്രൂട്ടിങ്ങിനായും ഇവർ ഉപയോഗപ്പെടുത്തിയെന്നും നിർണായകമായ കണ്ടെത്തലാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും. അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, തുടരാം. സുരേഷ്, കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടന കേസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉക്കടം സ്വദേശികളായ ജമീൽ ബാഷ ഉമരി, മൗലവി ഹുസൈൻ ഫൈസി, ഇർഷാദ്, സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഉമരി എന്നിവരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ അറസ്റ്റിലായ 4 പേരും നിരോധിത ഭീകര സംഘടനയായ ISISുമായി ബന്ധമുള്ളവരാണെന്ന് NIA കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി ആളുകളെ ISISിലേക്ക് സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും മതപഠന കേന്ദ്രങ്ങളെ ISIS റിക്രൂട്ടിങ്ങിനായി ഉപയോഗപ്പെടുത്തിയെന്നും NIA കണ്ടെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നടത്തിയ റെയ്ഡിൽ 6 ലാപ്ടോപ്പും 34 ഫോണുകളും അതുപോലെ സിം കാർഡുകളും ഹാർഡ് ഡിസ്കുകളും ഒക്കെ NIA പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഫോടനത്തിൽ ചാവേറായ മുഖ്യപ്രതി ജമേഷ മുബൈന് സ്ഫോടനത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു നൽകിയവരാണ് ഈ അറസ്റ്റിലായ 4 പ്രതികൾ. മദ്രാസ് അറബിക് കോളേജ്, അതുപോലെ തന്നെ കോവൈ അറബിക് കോളേജ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രതികൾ പ്രവർത്തിച്ചിരുന്നത്. കോയമ്പത്തൂർ കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടവരിൽ ഇതുവരെ 19 പ്രതികളെയാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2022 ഒക്ടോബർ 23-നായിരുന്നു കോയമ്പത്തൂർ ഉക്കടത്തെ ഈശ്വരൻ കോവിൽ തെരുവിലെ സംഗമേശ്വര ക്ഷേത്രത്തിന് മുന്നിൽ കാറിൽ സ്ഫോടനം ഉണ്ടായത്. ഈ കോയമ്പത്തൂരിലെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്തുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യം. ഏതായാലും ഭീകരതയുടെ വേരറക്കാൻ വേണ്ടിയുള്ള NIAയുടെ അന്വേഷണം പുരോഗമിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ 4 പേരെ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഏതായാലും അവർക്ക് ഇത്തരത്തിൽ ഈ ISISുമായി ഉൾപ്പെടെ ബന്ധമുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ഒപ്പം ഈ മതപഠന കേന്ദ്രങ്ങളെ ഈ ഭീകരത അവർക്കുള്ള ഇടമായി തെരഞ്ഞെടുത്തു. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അവർ നടത്തിയെന്നത് വളരെ ഗൗരവമായി വിലയിരുത്തേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇനി NIAയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള അന്വേഷണയുടെ വ്യാപ്തി കൂട്ടാനുള്ള ഒരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായും സുരേഷ്, ഈ പ്രതികൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ആ ഒരു ഇടം എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം മദ്രാസ് അറബിക് കോളേജും അതുപോലെ തന്നെ കോവൈ അറബിക് കോളേജ്, അതായത് കോയമ്പത്തൂരിലുള്ള കോവൈ അറബിക് കോളേജും മദ്രാസ് അറബിക് കോളേജ്, ഈ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരവാദികൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. വളരെ രഹസ്യമായിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് NIA പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ പ്രഥമ ദൃഷ്ടിയിൽ ഒരാൾ കാണുമ്പോൾ അതിലൊരു ഈ അറബിയും മറ്റും പഠിപ്പിക്കുന്ന ഒരു ഉസ്താദാണോ എന്ന തരത്തിലായിരിക്കും കാണുക. പക്ഷെ ഇതിന്റെ മറവിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത് വലിയ ഭീകര പ്രവർത്തനങ്ങളാണ്. IS ഉൾപ്പെടെ ഈ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ISലേക്ക് യുവാക്കളെയും യുവതികളെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ അറബിക് കോളേജിന്റെ മറവിൽ ഇവർ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്.